കേരളീയ പൊതുസമൂഹത്തിൻ്റെ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഭരണാധികാരികളുടെ ഒക്കെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വിഷയമാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്തെ ഒരു പള്ളിയിലാണ് ഇത്തരത്തിൽ ബാലവിവാഹങ്ങൾ കൊടുക്കുന്നത്. ഇത് കേവലം ഒരു പള്ളിക്കെതിരെയോ അവിടുത്തെ ഇമാമിനെതിരെയോ നടപടി സ്വീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഇങ്ങനെയൊരു സംഗതി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അധികാരികൾ മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു അന്വേഷണം നടത്തിയതും. മുഹമ്മദ് റാഫി കരീം ചേരുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത. റാഫി, അവിടെ നിന്നും വ്യാപകമായി നമ്മൾക്ക് പരാതികൾ വന്നിരുന്നോ? ഈ പരാതിപ്പെട്ട ആരും തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഇക്കാര്യം പറയാൻ തയ്യാറായിരുന്നില്ലേ? ലക്ഷ്മി, തീർച്ചയായും ആ പ്രദേശവാസികളിൽ നിന്നും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെയുള്ള പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളോട് ഈ പരാതി പറഞ്ഞ ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രതികരണങ്ങൾ വച്ചായിരിക്കാം നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇവർക്കാർക്കും തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ലായിരുന്നു. കാരണം അതൊരു സമുദായത്തിലെ ഒരു പള്ളിക്കെതിരെ ആയതുകൊണ്ട് ഈ വിവരങ്ങൾ അറിയാമെങ്കിലും ഇവർക്ക് പറയാൻ കഴിയില്ലായിരുന്നു. പിന്നീട് ഇവരിൽ നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കുകയും ആ പ്രദേശത്ത് നമ്മൾ എത്തുകയും എന്തൊക്കെയാണ് ഈ പ്രദേശത്ത് നടക്കുന്നതെന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു പള്ളി കേന്ദ്രീകരിച്ച് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. വിവാഹങ്ങൾ മാത്രമല്ല, പലതും നിയമവിരുദ്ധമായാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നടക്കുന്ന ഒരു വിവാഹം തന്നെ ചിത്രീകരിക്കാം എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യ ശ്രമം. എന്നാൽ അവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ പെരുമ്പാവൂരിലെ ബംഗ്ലാദേശ് കോളനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണത്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും അധികം അവിടെ താമസിക്കുന്നത്. അതൊരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം ഒരു കേന്ദ്രമായി ആ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിക്കാഹുകൾ നടക്കുന്ന ഒരു സമയം കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു. നിക്കാഹുകൾ നടക്കുന്ന സമയം ആ നിക്കാഹ് നടത്തുന്ന ആ പള്ളി ഇമാമും ഒപ്പം തന്നെ നിക്കാഹിനായി അവിടെ എത്തുന്നവരും മാത്രമാണ് അറിഞ്ഞിരുന്നത്. ഇവർ മാത്രമായിരിക്കും നിക്കാഹിൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുക. ഒപ്പം തന്നെ ഈ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ആ പ്രാദേശികമായുള്ള ആളുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുക. അവരിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ അറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒപ്പം തന്നെ ഈ നിക്കാഹ് നടക്കുന്ന സമയം, അതാണ് ഏറ്റവും വിചിത്രമായുള്ളത്. കാരണം രാവിലെ 8 മണിക്ക് മുൻപ് വരാനാണ് ഞങ്ങളോട് നിർദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള സമയമാണ് നിക്കാഹിനായി ഈ പള്ളിയുടെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഈ നിക്കാഹിന് വേണ്ടി ഇത്തരം സമയങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഒന്നല്ലെങ്കിൽ രാത്രി വൈകി, അല്ലെങ്കിൽ അതിരാവിലെ. ഇത്തരം സമയങ്ങളിൽ വളരെ രഹസ്യമായിട്ടായിരിക്കും ഈ നിക്കാഹുകൾ നടക്കുക. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഇത്തരത്തിൽ എത്ര കല്യാണങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്കുകൾ നമ്മൾക്കിപ്പോൾ പറയാനുണ്ടോ? ലക്ഷ്മി, എത്ര കല്യാണങ്ങൾ നടന്നിരുന്നു എന്നുള്ള കണക്കുകൾ നമുക്ക് വ്യക്തമല്ല. കാരണം കഴിഞ്ഞ ഒരു 1-2 വർഷമായി പള്ളി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഈ വർഷങ്ങളായി ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ അത്തരം കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരുന്നു. കാരണം എത്ര വിവാഹങ്ങൾ ഇതിനോടകം തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി. എന്നാൽ രജിസ്റ്റർ അടക്കമുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. രജിസ്റ്റർ ഉണ്ട് എന്ന് ഇമാമ് നമ്മളോട് പറഞ്ഞു. അതിനുശേഷം നമുക്ക് സാധിക്കുന്ന രീതിയിൽ ആ പള്ളിയുടെ പരിസരവും, അപ്പോൾ പള്ളിയുടെ ചേർന്നുള്ള ഓഫീസുമുണ്ട്, ബോർഡ് തന്നെ വച്ചുള്ള ഒരു ഓഫീസാണുള്ളത്. ആ ഓഫീസും നമ്മൾ അതിനകത്തൊരു പരിശോധന നടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് നമുക്ക് സാധിച്ചില്ല അത്തരത്തിലൊരു പരിശോധന നടത്താൻ. ഒപ്പം തന്നെ ഈ വിവാഹം നടത്തിയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും ഞങ്ങൾ നടത്തി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയുന്നത് ഈ വിവാഹം നടത്തിയ ആളുകൾ എന്നുള്ളത് ഒരു തരത്തിലുമുള്ള അഡ്രസ്സും ഈ ആളുകൾക്ക് വ്യക്തമായില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ വിവാഹം ആഗ്രഹിച്ചു വരുന്നവരോ ആണ് ആ പള്ളിയിലേക്ക് എത്തുക.
ഇത്തരക്കാരുടെ ഒരു തരത്തിലുള്ള രേഖകളും ആ പള്ളിയിൽ നിന്ന് ലഭിച്ചില്ല. ഇത്തരക്കാരെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമാവുകയുമാണ് ചെയ്തത്. ഇതിനെല്ലാം ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണ മാർഗം ഞങ്ങൾ സ്വീകരിക്കുന്നതും അവിടെ ഇത്തരത്തിലൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു വിവാഹം അത് ക്യാമറയ്ക്ക് വേണ്ടി അവിടെ നമ്മൾ നടത്തുന്നതും. റാഫി, അവിടെ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിവാഹത്തിന് ശേഷം പ്രായം തിരുത്തിയുള്ള വിവാഹ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ടല്ലേ? തീർച്ചയായും നമ്മളോട് ഈ പള്ളി ഇമാമ് രണ്ടാം വട്ടം വിവാഹത്തെ സമയത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, ആധാർ കാർഡ് എന്ന രൂപേണ നമ്മൾ തയ്യാറാക്കിയ ഒരു കോപ്പി നൽകുന്നുണ്ട്. ആ കോപ്പി വാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് ഇവിടെ രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിൽ പേര് ചേർക്കണം, അതിനുശേഷം വിവാഹ സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറയുന്നു. പിറ്റേ ദിവസം ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ഈ മസ്ജിദ് ഇമാമ് വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ വിവാഹ സർട്ടിഫിക്കറ്റിൽ 2004 എന്നാണ് പെൺകുട്ടിയുടെ പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ പ്രായം 20 വയസ്സാക്കിയാണ് വിവാഹ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രായം തിരുത്തിയ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ആദ്യമായല്ല നടക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ആ ഓഡിയോ സന്ദേശമുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ അതിൽ പറയുന്നത് കൃത്യമായി ഈ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പുതിയൊരു ആധാർ കാർഡ് തയ്യാറാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ആ ആധാർ കാർഡ് എങ്ങനെ തയ്യാറാക്കണമെന്ന് ചോദിച്ചാൽ നിലവിലുള്ള ആധാർ കാർഡ് ബംഗാൾ അഡ്രസ്സിലുള്ളതാണ്, വെസ്റ്റ് ബംഗാൾ അഡ്രസ്സിലുള്ള ആധാർ കാർഡാണുള്ളത്. അതിന് പകരം നാട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് ഈ വിവാഹ സർട്ടിഫിക്കറ്റും ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പുതിയ ആധാർ കാർഡിന് ശ്രമിക്കാം എന്നുള്ള നിർദ്ദേശം പോലും ഈ മസ്ജിദ് ഇമാമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വെറുതെ ഒരു നിക്കാഹ് നടത്തുക മാത്രമല്ല വിവാഹ സർട്ടിഫിക്കറ്റ് തരികയും ആ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഈ ഇമാമ് പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമാണ് ആ മസ്ജിദിലുള്ളത്. റാഫി, അവിടെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാൽ ആദ്യം ഇടപെടുക ആ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അറിവുണ്ട്, മറ്റ് സാമൂഹ്യ സംഘടനകൾക്ക് എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ട്? നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. പാർട്ടിക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അറിവില്ലേ, അതോ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യമായ ഒരു സ്ഥാപനമായി സംവിധാനമായി ആണോ ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്? പാർട്ടിക്ക് അറിവില്ലേ ഇക്കാര്യത്തെക്കുറിച്ച്? ലക്ഷ്മി, ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM ലോക്കൽ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റായ ഷംസുദ്ദീൻ്റെ കുടുംബ സ്വത്തായാണ്. ഈ ഷംസുദ്ദീൻ്റെ കുടുംബമാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ സ്ഥാപനം നടത്തുന്നത്. ഷംസുദ്ദീൻ്റെ സഹോദരൻ മരിച്ചു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി ഇത് നടത്തുന്നത്. ആദ്യം യത്തീംഖാനയായിരുന്നു ഇവർ ആരംഭിച്ചത്. ആ യത്തീംഖാന പിന്നീട് പള്ളിയാക്കി മാറ്റുകയായിരുന്നു. ഈ ട്രസ്റ്റിൽ ഈ ഷംസുദ്ദീൻ്റെ ബന്ധുക്കൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ ഷംസുദ്ദീൻ്റെ വീടിനോട് ചേർന്നുള്ള 2 ആളുകളുമാണ് ഈ ട്രസ്റ്റിലെ 7 അംഗ മെമ്പർമാരായിട്ടുള്ളത്. ഈ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. ഈ ഷംസുദ്ദീനെ കുറിച്ച് പറയുമ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമല്ല, മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഷംസുദ്ദീൻ. അഡ്വക്കേറ്റാണ്. ആ നാട്ടിലെ സാമൂഹ്യ മേഖലകളിലെല്ലാം വലിയ ഇടപെടലുകൾ നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഈ പെരുമ്പാവൂരിലെ ബാർ അസോസിയേഷനിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ഒരാൾ കൂടിയാണ്. അങ്ങനെ ഈ ഷംസുദ്ദീൻ്റെ നിയന്ത്രണത്തിലും ഒപ്പം തന്നെ ഷംസുദ്ദീൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലുമാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. മസ്ജിദ് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിയമവിരുദ്ധമായാണ് മസ്ജിദ് പോലും അവിടെ പ്രവർത്തിക്കുന്നത്. കളക്ടർക്ക് മുന്നിൽ ബാങ്ക് വിളിക്കില്ല, ജുമാ നമസ്കാരങ്ങളടക്കം നടത്തില്ല എന്ന് വ്യക്തമാക്കിയാണ് ഈ മസ്ജിദിൻ്റെ പ്രവർത്തനം. എന്നാൽ ബാങ്ക് വിളികളോടുകൂടി ജുമാ നമസ്കാരത്തോടു കൂടിയാണ് ഈ മസ്ജിദ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു തീർക്കണം. എന്നാൽ ഇത്തരത്തിൽ മസ്ജിദ് പ്രവർത്തിക്കുമ്പോഴും അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ സംഘടനകളോ മറ്റ് സാമൂഹിക സംഘടനകളോ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ വ്യക്തിയെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടാനാണ് ഈ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ശ്രമിച്ചത്. അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി ബന്ധവും ഒപ്പം തന്നെ ഇയാൾക്ക് ഉള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ മസ്ജിദിനെതിരെ സംസാരിക്കുന്ന ആളുകളെ നേരിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും ഈ മസ്ജിദിൻ്റെ നിയന്ത്രണത്തിൽ
നിയന്ത്രണം ഏറ്റെടുത്ത ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാരവാഹികളിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മസ്ജിദിനെതിരെ അധികം ആളുകൾ പ്രതികരിച്ചില്ല. തീർച്ചയായും ഈ ഒരു നിയമലംഘനം പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി CPIM എന്തായിരിക്കും ഈ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് നേരെ സ്വീകരിക്കുന്ന നിലപാട്, നടപടി എന്നതുകൂടി ആകാംക്ഷയുണർത്തുന്ന ഒരു കാര്യമാണ്. 2006 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെയും 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെയും വിവാഹം ശിക്ഷാർഹമാണ്. എന്നാൽ മുസ്ലിം വ്യക്തി നിയമമനുസരിച്ച് ഈ വിവാഹത്തിന് നിയമസാധുതയുണ്ട്.